ഇന്നത്തെ യുദ്ധം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഭീമൻ 2 തവണ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ ഇന്നത്തെ യുദ്ധത്തിൽ കാണും. ഇന്നലത്തെ യുദ്ധത്തിൽ കൗരവ പക്ഷത്തു നിന്നും ഭീഷ്മരുടെ ഘോരമായിട്ടുള്ള ആക്രമണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഭീഷ്മർ കൊലവെറിയിലിരിക്കുകയാണ്. കാരണം ദുര്യോധനൻ അത്രമാത്രം ഭീഷ്മരെ ആക്ഷേപിച്ചത് കൊണ്ട് പാണ്ഡവരെ മുഴുവനും വേഗത്തിൽ ഇല്ലാതാക്കി തന്റെ സത്യസന്ധതയും ധീരതയും ശൗര്യവും എല്ലാം ഭീഷ്മർക്ക് തെളിയിക്കണം എന്നുള്ള വാശിയാണ്. പാണ്ഡവരുടെ ശിബിരത്തിൽ രാത്രി നടക്കുന്ന ചർച്ചയിലെ പ്രധാന ഭാഗം അതുതന്നെയാണ്. ഭീഷ്മർ കൊലവെറിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭീഷ്മരെ തടയാൻ പാണ്ഡവരിൽ അർജുനൻ ഒഴികെ മറ്റാർക്കെ കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തെ യുദ്ധത്തിൽ അർജുനനും ഭീഷ്മരും തമ്മിൽ ഏറ്റുമുട്ടണം എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. യുദ്ധം തുടങ്ങാനുള്ള ശംഖുല് മുഴങ്ങുന്ന സമയത്ത് അർജുനൻ ഭീഷ്മരെ കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ അഭിമന്യു ഭീഷ്മരുമായിട്ടുള്ള യുദ്ധത്തിന് പോകുന്നു. അഭിമന്യു ഭീഷ്മരെ കണ്ടെത്തി യുദ്ധത്തിന് വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ ഭീഷ്മര് പറയും, എൻ്റെ പൊന്നു മോനെ അഭിമന്യു, പ്രിയ പൗത്ര, ഞാനും നീയും തമ്മിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ നിനക്ക് വിദ്യ അഭ്യസിച്ചു തരേണ്ട പിതാമഹനാണ്. നിന്നെ പഠിപ്പിക്കേണ്ട ചുമതലയാണ് എനിക്കുള്ളത്. ഞാൻ നിനക്ക് ചിത്രങ്ങളും വർണ്ണങ്ങളും ഒക്കെ വാങ്ങിച്ചു തരേണ്ട പ്രായമേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് ഞാനും നീയും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ശരിയാവുകയില്ല. ഞാൻ വളരെ ക്രുദ്ധനായി നിൽക്കുകയാണ്. നിനക്ക് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാ. അർജുനനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യാം. നമ്മൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അഭിമന്യു പറയും, അതൊന്നും പറ്റത്തില്ല, ഞാനും ഒരു പോരാളിയാണ്, ഞാൻ പോരാടാനാണ് വന്നത് എന്ന് പറഞ്ഞൊരു സ്മാൾ സ്കെയിൽ ഫൈറ്റ് കൊടുക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ആര് വരുന്നുണ്ട്? അർജുനൻ വരുന്നുണ്ട്. അർജുനൻ വരുമ്പം അർജുനനും അഭിമന്യും കൂടെ ഒരുമിച്ച് നിന്ന് ഭീഷ്മരെ നേരിടാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്താണ് അശ്വത്ഥാമാവും മറ്റ് 4 വീരന്മാരും കൂടി വന്ന് അഭിമന്യുവിനെ ഒരുമിച്ച് ആക്രമിക്കുന്നത്. ഈ സമയത്ത് അശ്വത്ഥാമാവിന് നല്ല ഫൈറ്റ് അഭിമന്യു കൊടുക്കുന്നുണ്ട്. അർജുനനും ഭീഷ്മരും തമ്മിൽ യുദ്ധം ഒരു സൈഡിൽ നിൽക്കുവാണ്. ഇന്നത്തെ ദിവസം മൊത്തം ഇവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അർജുനനും ഭീഷ്മരും. അതുകൊണ്ട് കാര്യമായിട്ടുള്ള നാശം പാണ്ഡവ ആർമിക്ക് വരുന്നില്ല. ഭീഷ്മരുടെ സേനയും അർജുനന്റെ സേനയും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അഭിമന്യു ഇവിടെ അശ്വത്ഥാമാവുമായിട്ടും 4 മഹാന്മാരായിട്ടുള്ള പോരാളികളുമായിട്ട് മറ്റേ സൈഡിൽ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സാല്യ മഹാരാജാവിന്റെ പുത്രനെ അഭിമന്യു വധിക്കും. ഈ സമയത്ത് അശ്വത്ഥാമാവ് കൂടുതൽ ഈഗറായിട്ട് അഭിമന്യുവിനെ ഇല്ലാതാക്കാനായിട്ട് വരുന്ന സാഹചര്യത്തിൽ അഭിമന്യുവിനെ സഹായിക്കാൻ ആര് വരുന്നുണ്ട്? ദൃഷ്ടദ്യുമ്നൻ വരുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സേനാധിപതിയാണ്. ദൃഷ്ടദ്യുമ്നൻ അഭിമന്യുവിനോടൊപ്പം ചേരുന്നത് കണ്ടിട്ട് ക്രുദ്ധനായിട്ടുള്ള ആരാണ് വരുന്നത്? നമ്മളുടെ ദുര്യോധനൻ ദൃഷ്ടദ്യുമ്നനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് യുദ്ധഭൂമിയിൽ നിലത്തിടുന്നു. ഈ സാഹചര്യത്തിൽ ഭീമൻ ഇത് കാണും. ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ശത്രുത നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദുര്യോധനൻ എന്താണ് ചെയ്തത്? മഗധയിൽ നിന്നുള്ള 15,000 ആനകളുടെ ഒരു ആനപ്പടയെ ഭീമന്റെ നേരെ ആക്രമണത്തിന് അഴിച്ചുവിടുന്നു. ആ ചെയ്തതിന്റെ പർപ്പസ് എന്തോന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. കാരണം 10,000 ആനകളുടെ കരുത്തുള്ളവനാണ് ഭീമൻ. അപ്പം 15,000 ആനകളെ, ഇൻഡിവിജ്വലായിട്ട് വരുന്ന ആനകളെ സ്വാഭാവികമായിട്ടും ഭീമൻ തന്റെ ഗദ കൊണ്ട് അടിച്ചു തകർക്കും എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം ദുര്യോധനന് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്നിട്ടും ദുര്യോധനൻ 15,000 മഗധയിൽ നിന്നുള്ള ആനപ്പടയെ ഭീമന് നേരെ വിടാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ ഒരുമിച്ച് ആക്രമിക്കുമ്പം ഭീമൻ തളരുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. ഇപ്പം 15,000 ആനകള് ഭീമനെ ആക്രമിക്കാൻ വരുവാണ്. ഓൾറെഡി 10,000 ആനകളുടെ കരുത്ത് ഭീമനുണ്ടല്ലോ. ഭീമൻ തന്റെ ഗദ ഉപയോഗിച്ച് അവിടെയുള്ള കൗരവരുടെ ആർമിയും പിന്നെ ഈ മഗധയിൽ നിന്നുള്ള ആനപ്പടയെല്ലാം തിരിച്ച് പ്രഹരിക്കാൻ തുടങ്ങി. ഇപ്പം ഈ ഭീമന്റെ പ്രത്യാക്രമണത്തിൽ ഭയചകിതരായിട്ടുള്ള മഗധയിൽ നിന്നുള്ള ആനപ്പട തിരികെ കൗരവ പക്ഷത്തേക്ക് തന്നെ ഓടിപ്പോവുകയും കൗരവരുടെ ആർമിയും മറ്റ് പടയാളികളും ഒക്കെ പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത് കണ്ടിട്ട് ദുര്യോധനന് നല്ല ദേഷ്യം വരികയാണ്. ദുര്യോധനൻ തന്റെ മറ്റൊരു സഹോദരനായിട്ടുള്ള നന്ദകനുമായിട്ട് ഭീമനുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് വരികയാണ്. ഈ സമയത്ത് ദുര്യോധനനും നന്ദകനും ഒരു സൈഡിൽ, ഭീമൻ ഒറ്റയ്ക്ക് മറു സൈഡിൽ. രണ്ടാളുകളും തമ്മിൽ അസ്ത്രം കൊണ്ടിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഗദായുദ്ധം അല്ല, ധനുർ യുദ്ധമാണ് നടക്കുന്നത്. കാരണം നമ്മൾ സീരിയലൊക്കെ എപ്പോഴും ഗദായുദ്ധം മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ദുര്യോധനന്റെ ഒരു അസ്ത്രമേറ്റ് ഭീമൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീഴുന്നു. അതാണ് ആദ്യത്തെ ഭീമന്റെ വീഴ്ച. ആ സമയം ആവുമ്പോഴത്തേക്ക് നമ്മുടെ ദുര്യോധനനും തകരുന്നുണ്ട്. അപ്പം ഭീമൻ ദുര്യോധനന്റെ അസ്ത്രമേറ്റ് മോഹാലസ്യപ്പെട്ട്, അതായത് ബോധം പോയി താഴെ കിടക്കുന്ന സാഹചര്യത്തിൽ ദുര്യോധനന്റെ 14 അനിയന്മാര് ഒരുമിച്ച് ചേർന്ന് ഭീമന് ബോധം വരുമ്പോഴത്തേക്ക് ഭീമനെ തല്ലിക്കൊല്ലാം എന്നും പറഞ്ഞ് ചുറ്റും വട്ടം കൂടി വന്നിരിക്കുകയാണ്. അപ്പം ദുര്യോധനൻ ആ ഒരു പ്ലേസിൽ നിന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. ഇനിയാണ് കളി. പക്ഷെ അവര് ഉറങ്ങിക്കിടക്കുന്ന, അതായത് മയങ്ങിക്കിടക്കുന്ന ഭീമനെ ആക്രമിക്കാൻ തയ്യാറായില്ല. ഭീമൻ ഉണർന്നു വരുമ്പോൾ ആക്രമിക്കാന്നുള്ള ഒരു ബോധത്തിൽ നിൽക്കുകയാണ്. ഭീമൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നപ്പം പതിവിലും ഭീരുവായിരുന്നു. ആ ദുര്യോധനന്റെ അടുത്തു നിന്നാണ് പരാജയപ്പെട്ടത്. ഇതിന്റെ കലിപ്പ് ഭീമനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റി.
ഭീമൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ചാട പട കൗരവരെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ 14 സഹോദരന്മാരിൽ 8 കൗരവ സഹോദരന്മാരെയും, അതായത് 8 ദുര്യോധനന്റെ 8 സഹോദരന്മാരെയും ഭീമൻ കൊന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് ഭീഷ്മര് ഭീമനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. പക്ഷെ നടക്കത്തില്ലല്ലോ, കാരണം ഭീഷ്മരും അർജുനനും തമ്മിൽ ഇവിടെ നേരിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭീഷ്മർക്ക് അർജുനനുമായിട്ടുള്ള യുദ്ധം വിട്ട് മറ്റ് കൗരവ സഹോദരന്മാരെ രക്ഷിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഭീഷ്മര് ഭാഗതത്തന്റെ കാര്യം ഓർക്കുന്നത്. ഭാഗതത്തൻ ആരാണ് എന്താണ് എന്ന് നമ്മൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭാഗതത്തിന് അർജുനനുമായിട്ട് വേറെ ഒരു കലിപ്പുണ്ട്. കൃഷ്ണനുമായിട്ടുള്ള കലിപ്പ് നമുക്കറിയാം. അതായത് അച്ഛനെ കൊന്നതിന്റെ കലിപ്പും പിന്നെ 16,000 സ്ത്രീകളെ വിമോചിതനാക്കി ഭർത്താവായി കൊണ്ടുപോകാൻ്റെ ഒക്കെ കലിപ്പ് കൃഷ്ണനോടുണ്ട്. അർജുനനുമായിട്ടുള്ള കലിപ്പ് എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് അർജുനനും ഭാഗതത്തിനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ അർജുനന്റെ കയ്യിൽ നിന്നും ഭാഗതത്തിന് പരാജയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഭാഗതത്തിന് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതിരുന്നതാണ്. അർജുനൻ നല്ല അശ്വമേധയാഗം നടക്കുമ്പോൾ ആക്രമിക്കണ്ടേ, അതുകൊണ്ട് നല്ല തയ്യാറെടുപ്പ് കൂടി തന്നെയാണ് വന്നത്. ഭാഗതത്തിനൊപ്പം പരാജയപ്പെടുകയും ചെയ്തതാണ്. ഇതിന്റെ കലിപ്പെല്ലാം കൂടെ വെച്ചിട്ട് ആനപ്പുറത്തിരുന്നുള്ള ഫൈറ്റിന്റെ കാര്യത്തിൽ ഭാഗതത്തിന് വളരെ വലിയ കഴിവുണ്ട്. അതായത് എലഫന്റ് ഫൈറ്റിൽ നമ്മുടെ ഭാഗതത്തൻ എക്സ്പെർട്ടാണ്. ഭീമനെ ഭാഗതത്തൻ പരാജയപ്പെടുത്തുവാണ്. അതായത് ആനപ്പുറത്തിരുന്നുള്ള യുദ്ധത്തിൽ ഭീമനും ഭാഗതത്തിനും കൂടെയുള്ള യുദ്ധത്തിൽ ഭീമൻ അടപടലം പരാജയപ്പെട്ട് നിലത്ത് വീണ് ചത്തെന്നുള്ള അവസ്ഥയാവും. അപ്പം എഴുന്നേറ്റോടേണ്ട അവസ്ഥയിലേക്ക് ഭീമൻ എത്തി. പക്ഷേ ഭീമൻ അഭിമാനം കാത്ത് രക്ഷിക്കാൻ വേണ്ടി ഓടാതെ ഭാഗതത്തിനുമായിട്ട് ഇങ്ങനെ മരണത്തിനെ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള പോരാട്ടമാണ്. ഭീമന് ഒരു തുള്ളി പോലും നിൽക്കാൻ വയ്യ. ഭീമൻ മരിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഭീമന്റെ രാക്ഷസപുത്രനായിട്ടുള്ള ഘടോൽകചൻ തൻ്റെ അച്ഛൻ തകർന്നു വീഴുന്നത് കണ്ട് അവിടെ എത്തിയത്. ഈ നമ്മൾ പറഞ്ഞല്ലോ ഘടോൽകചൻ ഏറ്റവും മികച്ച മായാവിയാണെന്ന് പറഞ്ഞല്ലോ. ഈ തൻ്റെ മായാവിദ്യകളിലൂടെ വാമന, അഞ്ജന, മഹാബലി, പിന്നെ പത്മാവതിയാണ്. ഒരു സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ്. മഹാപത്മ ഇത്രയും മായ ഐരാവതങ്ങളെ സൃഷ്ടിച്ചു. അതായത് സ്വർഗത്തിലുള്ള ആനകളാണ് ഐരാവതങ്ങൾ എന്ന് പറയുന്നത്. 4 കൊമ്പുകളുള്ള വെളുത്ത നിറത്തിലുള്ള ആനയെക്കാട്ടിൽ 10 മടങ്ങ് ശരീരമുള്ള ഐരാവതങ്ങളെ, അതായത് ഹെവൻലി ആനകളെ ഉണ്ടാക്കിയിട്ട് ഈ ആനകളെ ഉപയോഗിച്ചിട്ട് ചുറ്റുനിന്നും ആരെ ആക്രമിച്ചു? നമ്മുടെ ഭാഗതത്തനെയും അദ്ദേഹത്തിന്റെ ആനയെയും ആക്രമിച്ചു. പിന്നെ അതുകൂടാതെ അവർ മറ്റ് ആനപ്പടയും ഈ സ്വർഗത്തിൽ നിന്നുള്ള മായ ആനകളാൽ ആക്രമിക്കാൻ തുടങ്ങി. അതായത് ഐരാവതങ്ങൾ, 4 കൊമ്പോടുള്ള വലിയ വനയാന. ഈ 4 വശത്തു നിന്നും, അതായത് ഈ ഘടോൽകചൻ മായയാൽ സൃഷ്ടിച്ച ആനപ്പട, ഐരാവതപ്പട നമ്മുടെ ഭാഗതത്തിനെയും അദ്ദേഹത്തിന്റെ ആനയും കുത്താൻ തുടങ്ങിയപ്പം ഭാഗതത്തിന്റെ ആനയുടെ ചുറ്റും ഇവർ 4 കൊമ്പുകൾ കൊണ്ട് ആഴ്ത്തിയിറക്കി ഭാഗതത്തിന്റെ ആന ഭയങ്കര കഠോരമായിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. മീൻസ് ആനകളുടെ സൗണ്ട് ഉണ്ടല്ലോ, അതവിടെ നിന്ന് കേഴുവാണ്. ഈ സാഹചര്യം ആകുമ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനെ ഈ ഒരു യുദ്ധം നടക്കുകയാണ്. ഭാഗതത്തിന്റെ ആനയെ ചുറ്റും നിന്നും ഈ മായയാൽ സൃഷ്ടിക്കപ്പെട്ട ഐരാവതങ്ങൾ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ അസ്തമിക്കുകയാണ്. സൺസെറ്റ് ആകുമ്പോൾ ഭീഷ്മര് യുദ്ധം നിർത്താനുള്ള ആ ഒരു ശംഖുലി മുഴക്കുന്നു. അങ്ങനെ അന്നത്തെ യുദ്ധം അവിടെ അവസാനിക്കുന്നു. ആക്ച്വലി ഭീമൻ അന്ന് 2 തവണ പരാജയപ്പെടുന്നുണ്ട്. നമ്മുടെ നന്ദകനും ദുര്യോധനനും ചേർന്ന് നടത്തിയ യുദ്ധത്തിൽ ദുര്യോധനന്റെ അസ്ത്രത്താൽ ഭീമൻ പരാജയപ്പെട്ട് വീഴുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഭാഗതത്തൻ ഭീമനെ രക്ഷയില്ലാത്ത രീതിയിൽ പരാജയപ്പെടുത്തി വിടുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ അധ്യായം. മറ്റുള്ള അധ്യായങ്ങളിലേക്ക് നാളെ കിടക്കാം. ഇത് ഞാനൊരു പേഴ്സണൽ പ്രോജക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മറ്റ് കണ്ടന്റുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിത് കാണുവാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം. ടു ബി ഫ്രാങ്ക്, ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ട് ഓണസ്റ്റ് ആയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പം ഇത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു.